പേർലി മാണിയുടെ രണ്ടാമത്തെ കുട്ടിയുടെ നൂലുകെട്ടൽ റിലേറ്റഡ് ആയിട്ട് പേർലി മാണി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി 2 ദിവസം മുന്നേ. അപ്പോൾ ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിനകത്ത് ട്രെൻഡിങ്ങിനകത്ത് നമ്പർ 1 തന്നെയാണ്. ഈ പേർലി മാണിയുടെ കാര്യം പറഞ്ഞാൽ നമുക്കറിയാലേ, ഈ നമ്മുടെ ട്രെൻഡിങ് ഒക്കെ അടക്കി വാഴുന്ന ഒരാളാണ് പേർലി മാണി എന്ന് പറഞ്ഞാൽ. അതിൻ്റെതായ കാരണങ്ങളും ഉണ്ട്. ഇപ്പം നമ്മൾ നോക്കണമെങ്കിൽ സാധാരണ ഫാമിലി വ്ളോഗുകളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ വെറുതെ വീട്ടിൽ കിടക്കണ എന്തെങ്കിലും കഞ്ഞിപ്പയർ ഉണ്ടാക്കണതാ അല്ലെങ്കിൽ മീൻകറി ഉണ്ടാക്കണതാ അതും ഇതൊക്കെ വെറുതെ ഷൂട്ട് ചെയ്തിടുന്ന പരിപാടിയാണ് ഫാമിലി വ്ളോഗേഴ്സ് കാട്ടാറുള്ളത്. പക്ഷേ പേർലി മാണിയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊന്നും പറഞ്ഞാൽ അങ്ങനെയല്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോസാണ് പുള്ളിക്കാരി ഇടാറ്. അതായത് നല്ല പ്രൊഫഷണൽ ആയിട്ട് ഒരു യൂട്യൂബർ എന്നൊക്കെ പറയാവുന്ന ഒരാളാണ് പേർലി മാണി. അപ്പോൾ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു യൂട്യൂബറാണ് പേർലി മാണി. അപ്പോൾ പുള്ളിക്കാരിയുടെ ഈ ഒരു വീഡിയോ വന്നപ്പോഴത്തേക്കും അതിൻ്റെ അടിയിൽ വന്ന കുറച്ച് കമൻറ്റുകളും അതേപോലെ തന്നെ ആ വീഡിയോ റിലേറ്റഡ് ആയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ തോന്നി. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളൊന്നും നമുക്ക് ആദ്യം കണ്ടുപോകാം. Everybody, welcome to a brand new episode of Pearl Money Show. ഇപ്പോൾ സമയം 1 o'clock night and ഉറക്കം ഓക്കെയാണ്. എനിക്ക് കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു വ്ളോഗ് എന്താ ചെയ്യാത്ത, എന്ന് വീഡിയോ ഇടും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനും ഇങ്ങനെ റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ടൈമാണ്. കണ്ടില്ലേ ഒരാളിവിടെ ഉണ്ട് വേർപ്പ് ചെയ്തിട്ടുള്ളത് ഞാൻ എടുത്തിരിക്കണേ. സോ നാളെ 28 days ആവും. അതിൻ്റെ വ്ളോഗാണ്. ഓബിയസ്ലി നിങ്ങൾ അതിൻ്റെ വീഡിയോ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഇത് ആ ഒരു വ്ളോഗാണ്. സോ അവയ്ക്ക് നാളെ 28 ദിവസമാകുന്ന ദിവസമായതുകൊണ്ട് വി ഹാവ് എ സ്മോൾ ഫങ്ഷൻ അറ്റ് ഹോം. നൂലുകെട്ട് നാളെയാണ് പേരൊക്കെ റിവീൽ ചെയ്യുന്നത്. സോ ഈ ഒരു ദിവസം എങ്ങനെയാണ്, എന്തൊക്കെ ചെയ്തു എന്നുള്ളൊരു വ്ളോഗ്, ചെറിയ കുട്ടി വ്ളോഗാണ്. കുട്ടിയാണോ വലുതാണോ എന്ന് എനിക്കറിയാം, എങ്കിലും ഒരു വ്ളോഗ് എടുക്കാമെന്ന്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഈ വ്ളോഗ് തുടങ്ങുന്നത്. അപ്പൊ ഈ ഒരു കുട്ടീനെ, അതായത് ഈ ജനിച്ച് ഇപ്പൊ ഏകദേശം പറഞ്ഞ 28 ദിവസമായതിന്റെ ആ ഒരു ചടങ്ങാണ് ഇപ്പൊ അവിടെ നടക്കുന്നത്. അപ്പൊ ആ ഒരു കുട്ടീനെ കാണിക്കുന്ന ഈ ഒരു വ്ളോഗാണ്. അപ്പൊ ആ ഒരു വ്ളോഗ് എനിക്ക് പേഴ്സണലി എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരാൾ ചോദിക്കുന്നതാണ്, അതായത് ഇപ്പൊ പിന്നെ കുട്ടികളെയൊക്കെ വ്ളോഗിനകത്ത് കാണിക്കുന്നത് താങ്കൾക്ക് താല്പര്യമുണ്ടോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി എനിക്ക് ആ ഒരു പരിപാടിയോട് അങ്ങനെ വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുട്ടിയുടെ പ്രൈവസി പോകുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ എന്നാലും അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അവരുടെ ഇഷ്ടമാണ്. അവരുടെ കുട്ടീനെ വ്ളോഗിൽ കാണിക്കുന്നോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് അവരുടെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ യൂട്യൂബിനകത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഈ കുട്ടീനെ കാണിക്കുക, അതേപോലെ പ്രസവം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, അതേപോലെ കല്യാണം റിലേറ്റഡ് ആയിട്ടുള്ളതിനൊക്കെ നല്ല ട്രെൻഡിങ്ങിനകത്തൊക്കെ കത്തി നിൽക്കുന്ന വീഡിയോസാണ് ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ പേർലി മാണിയുടെ ഈ ഒരു വീഡിയോനകത്തെന്ന് പറയുമ്പോഴത്തേക്കും നിതാര എന്ന് പറഞ്ഞ പുള്ളിക്കാരിയുടെ രണ്ടാമത്തെ കുട്ടിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണിത്. അപ്പം നില എന്ന് പറഞ്ഞ ആദ്യത്തെ കുട്ടിയുടെ ആ ഒരു കുട്ടിക്ക് രണ്ടാമത്തെ കുട്ടി വന്നപ്പോൾ ആ കുട്ടീനോടുള്ള ശ്രദ്ധ കുറഞ്ഞു എന്നൊക്കെ ഉള്ള രീതിക്ക് കുറേ കമൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോർഷൻ നമുക്ക് ഈ ഒരു വ്ളോഗിനകത്ത് തന്നെയുള്ള പോർഷൻ നമുക്ക് ആദ്യം ഒന്ന് കണ്ടു. ഇത് മമ്മിയുടെ രണ്ടാമത്തെ തമ്പുരാട്ടി വന്നല്ലോ. മമ്മിയുടെ 2 തമ്പുരാട്ടി കുട്ടികൾ. ഓ ഓ ഓ രാസാത്തി ഉന്ന കാണാതെ നെഞ്ച് കാത്താടി പോലാടുത്. രാസാത്തി ഉന്ന കാണാതെ നെഞ്ച് ഛർദിച്ചു പോയാത്. പൊഴുതാകി പോച്ച് വിലക്കേറ്റി ഇടയ്ക്ക് ഒരു ഉമ്മയുമാണോ. കാണാതെ നെഞ്ച് കാത്താടി പോയാത്. പൊഴുതാകി പോച്ച് വിലക്കേറ്റിയാച്ച് പൊന്മാനെ വന്ന തേടുത്. രാസാത്തി ഉള്ള കാണോ. ഓക്കെ, അപ്പൊ ഈ ഒരു വ്ളോഗിനകത്ത് ത്രൂ ഔട്ട് നമ്മൾ നോക്കണമെങ്കിൽ പേർലി മാണി കൂടുതലും ഈ രണ്ടാമത്തെ കുട്ടീനെയാണ് കൂടുതലും ശ്രദ്ധിക്കുന്നത്. എന്നാൽ ശ്രീനിഷ ആണെങ്കിൽ കൂടുതലും ആദ്യത്തെ കുട്ടീനെയും ശ്രദ്ധിക്കുന്നത്. അങ്ങനത്തെ ഒരു രീതിക്കാണ് ഈ ഒരു വ്ളോഗ് പോകുന്നത്. അപ്പൊ ഈ ഒരു വ്ളോഗിനകത്ത് പലരും പറഞ്ഞു കേട്ടൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ പേർലി മാണി രണ്ടാമത്തെ കൊച്ചു വന്നപ്പോഴത്തേക്ക് ആദ്യത്തെ കുട്ടീനെ അധികം ശ്രദ്ധിക്കുന്നില്ല, ആ കുട്ടിക്ക് വിഷമമാവുന്നുണ്ട്, അങ്ങനത്തെ രീതിക്കൊക്കെയാണ് ഈ ഒരു സംഭവം വരുന്നത്. അപ്പൊ ഇതിന്റെ അടിയിൽ വന്ന ഒരു 1, 2, 3 കമന്റുകൾ നമുക്കൊന്ന് ആദ്യം തന്നെ നോക്കാട്ടോ. നിലു വാവയെ കണ്ടപ്പോൾ ചെറിയൊരു വിഷമം. പാരന്റ്സ് ഒരുപോലെയാണ് 2 മക്കളെയും സ്നേഹിക്കുന്നത്. ബട്ട് രണ്ടാമത്തെ വാവയെ പേർലി കൊഞ്ചിക്കുമ്പോൾ നിലു നോക്കി നിൽക്കുന്നത് കണ്ടോ. അവൾക്കുള്ളിൽ വിഷമം ഉണ്ടെന്ന് തോന്നുന്നുണ്ടായിരിക്കോ. എന്തായാലും ഹാപ്പി ആയിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടൊരു കമന്റ്. അപ്പൊ ഈ ഒരു ഇതിനകത്ത് എനിക്ക് കാണുമ്പോഴും, അതായത് ഈ ഒരു വീഡിയോനകത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇപ്പം നിലു വിഷമിച്ചിരിക്കുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും ചില സ്ഥലത്തൊക്കെ. അതായത് ഇപ്പൊ പേർലി ആണെങ്കിലും രണ്ടാമത്തെ കൊച്ചിനെ കൊഞ്ചിക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും അത് ഒബ്വിയസ്ലി ആ ഒരു കൊച്ചിന് വിഷമം വരുന്ന
വരുന്ന പോലെ കുറച്ച് സീനുകൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അത് ചിലപ്പോൾ അത് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ആ ഒരു വീഡിയോനകത്ത് മെയിനായിട്ട് ഹൈലൈറ്റ് ആയിട്ട് എടുക്കുന്നത് രണ്ടാമത്തെ കുട്ടിയാണ്. അതുകൊണ്ട് രണ്ടാമത്തെ കുട്ടീനെ കൂടുതൽ കൊഞ്ചിച്ചതും ആവാം. ചിലപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവരുടെ റിയൽ ലൈഫിനകത്ത് അവരിങ്ങനെ തന്നെയാണ് അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം റീലും റിയാലിറ്റിയും തമ്മിൽ എപ്പോഴും ഡിഫറൻസ് ഉണ്ട്. അത് നമ്മളെല്ലാവരും ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നന്നായിരിക്കും. പക്ഷേ എന്നാലും അത് ഉള്ളൊരു കാര്യമാണ്. ഈ വീഡിയോനകത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ പല ഒരു സ്ഥലത്തും ഈ നില എന്ന് പറഞ്ഞ ആ കുട്ടി ഇത്തിരി വിഷമിച്ചിരിക്കുന്ന പോലെയും അതേപോലെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന പോലെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് ഒരു കണക്കിന് ശരിയാണ്. നിലുവിന് നന്നായിട്ട് ഫീൽ ആകുന്നുണ്ട്. പേർളി ചേച്ചി നിലുവിനെ നന്നായിട്ട് ശ്രദ്ധിക്കണേ, പാവം നിലുവിന്റെ ഫേസ് കണ്ടില്ലേ. അപ്പൊ പിന്നെയും അത് തന്നെയാണ് പറയുന്നത്. അതായത് നിലുവിന്റെ ഫേസ് കണ്ടിട്ട് എല്ലാവർക്കും വിഷമം തോന്നി. എനിക്ക് പേഴ്സണലി ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കും നിലുവിന്റെ ഫേസ് കാണുമ്പോഴത്തേക്കും ചെറിയൊരു വിഷമമൊക്കെ എനിക്കും തോന്നിയായിരുന്നു. പക്ഷേ അത് ചിലപ്പോൾ ആ ഒരു വീഡിയോന് മാത്രം അയക്കാം. ഇനി അടുത്ത ഒരു കമന്റാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് കാര്യമായിട്ടുള്ള ഒരു കമന്റ്. അപ്പൊ ആ ഒരു കമന്റ് കണ്ടപ്പോഴത്തേക്കും എനിക്ക് അതിനെപ്പറ്റി കുറച്ച് സംസാരിക്കണമെന്നൊക്കെ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ആ കമന്റ് ഒന്ന് നോക്കാം. ഇത്തിരി വലിയൊരു കമന്റ് ആണ്. ദിസ് ഈസ് ദ ടൈം വെൻ നില നീഡ്സ് മോർ അറ്റൻഷൻ ആൻഡ് കെയർ. her little heart should not get hurt. Those feelings won't leave a person's heart. They stay forever. Being a first child is very difficult. Watching our parents loving the little one may hurt a little jealousy. Accepting the reality that we are not the only child because the different part. Hearing the sense നീ വലുതായില്ലേ, അവൾ ചെറുതല്ലേ, disturbs our little mind the most. Consider the elder baby as a little one too. Don't make her sacrifice her happiness, toys, chocolate, etc. For her sister. The elder baby will share this innings if she loves her sister. Srini is the best. Loved seeing Srini giving Neelu more care to handle the situations. അപ്പോൾ ഈ ഒരു കമന്റ് വായിക്കുമ്പോഴത്തേക്ക് എനിക്കറിയാം എൻ്റെ വായന വളരെ മോശമാണെന്ന്. ആയ കാലത്ത് ടീച്ചർ വായിപ്പിച്ചപ്പോൾ വായന ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ ഒരു പറയുന്നതിനകത്ത് ഈ ഒരു കമന്റ് വായിച്ചപ്പോഴത്തേക്ക് എനിക്ക് വന്നൊരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. ഈ ഒരു കമന്റിനകത്ത് പറയുന്ന ഭൂരിഭാഗം കാര്യങ്ങളും, ഭൂരിഭാഗം എന്നല്ല മൊത്തം, എനിക്ക് ആ ഒരു കമന്റ് ശരിയായിട്ടാണ് തോന്നുന്നത്. അത് ആ ഒരു കമന്റിനകത്ത് ആ പുള്ളിക്കാരി പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ചൈൽഡ് വരുമ്പോഴത്തേക്കും, അതായത് ഫസ്റ്റ് ചൈൽഡിന് ഉണ്ടാവുന്ന പല അവർക്ക് ഫസ്റ്റ് ചൈൽഡിനോടുള്ള സ്നേഹം കുറയുന്നു അങ്ങനത്തെയൊക്കെ. ഇപ്പം ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലെ ഒറ്റ മോനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം കാര്യങ്ങളൊക്കെ പല കാര്യത്തിനകത്തുണ്ടെങ്കിലും പല കാര്യങ്ങളിലും എനിക്ക് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. കാര്യം ഇപ്പം എൻ്റെ വീട്ടിനകത്താണെങ്കിലും എനിക്കിപ്പോൾ ഒരാളോടൊരു കാര്യം ഷെയർ ചെയ്യണമെന്നൊക്കെ വരുമ്പോഴത്തേക്കും കൂട്ടുകാരോടൊക്കെ ചിലപ്പോൾ ഷെയർ ചെയ്യായിരിക്കും. എന്നാലും നമ്മുടെ വീട്ടിനകത്ത് നമുക്കിപ്പോൾ ബ്രദറോ സിസ്റ്ററോ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടാവുന്നത്. പക്ഷെ ഒരു കണക്കിന് ഞാൻ ഇങ്ങനെയും ചിന്തിക്കാറുണ്ട്. അതായത് എൻ്റെ അച്ഛനും അമ്മേൻ്റെ സ്നേഹം എനിക്ക് മാത്രം കിട്ടിയ, അപ്പം അങ്ങനത്തെ ഒരു കുരുട്ട് ബുദ്ധിയും കൂടെ എനിക്കുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഇങ്ങനത്തെ ഒരു വിഷയത്തിന് അത് ഇപ്പം സപ്പോസ് ഞാൻ പക്ഷെ പല ഫാമിലികളുടെ അതും എൻ്റെ ബന്ധുക്കളുടെ ആണെങ്കിലും അവരുടെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് രണ്ടാമത്തെ ഒരു മകനോ മകളോ വരുമ്പോഴത്തേക്കും ആദ്യത്തെ മകനോടുള്ള കെയറിങ്ങും അതേപോലെയുള്ള സംഭവങ്ങളൊക്കെ കുറഞ്ഞു പോകുന്നതായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട്. അത് പല ഫാമിലിനകത്തും അത് ഈ കമന്റ് എഴുതിയ ആളും പറയുന്നത് ആ ഒരു സെയിം കാര്യം തന്നെയാണ്. അതായത് സെക്കൻഡ് ഒരു ചൈൽഡ് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ചൈൽഡിനോടുള്ള ആ ഒരു സ്നേഹം, അതായത് സ്നേഹം പോട്ടെ, സ്നേഹം എന്നല്ല ഉദ്ദേശിക്കുന്നത്, ആ കെയറിങ് പലപ്പോഴും കുറഞ്ഞു പോകുന്നതോ അല്ലെങ്കിൽ മിസ്സാവുന്ന പോലുള്ള ഒരു സംഭവമാണ് അത്. പക്ഷേ ഈ പേർളി അതേപോലെ ശ്രീനീഷിന് ആ ഒരു സംഭവം നമ്മൾ നോക്കണമെങ്കിൽ അവരുടെ ഇതിനകത്ത് എനിക്ക് അങ്ങനെ ഒരു സംഭവം തോന്നുന്നില്ല. കാരണം പേർളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത്യാവശ്യം ഇതിനെ പറ്റിയൊക്കെ അറിഞ്ഞിട്ടും അതേപോലെ പഠിച്ചിട്ടൊക്കെയാണ് ഈ ഒരു പരിപാടിക്ക് ഇറങ്ങണം. ഇപ്പം പലരും വിചാരിക്കും ഇതിനൊക്കെ പറ്റി ഇനി മാത്രം പഠിക്കാനൊക്കെ ഉണ്ടാകുന്നൊക്കെ വിചാരിക്കും. ഇതൊക്കെ കുട്ടികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ തന്നെ അങ്ങോട്ട് അറിയണതല്ലേ. അങ്ങനെയല്ല. ഇപ്പം നമ്മൾ അതായത് ഇപ്പോൾ കുട്ടികൾ ഉണ്ടാകുമ്പോഴത്തേക്കും കുട്ടി എന്ന് പറയുമ്പോഴത്തേക്കും ഒരാളെയാണ് നമ്മളവിടെ ഒരു പൗരനെയോ അതായത് നമ്മുടെ രാജ്യത്ത് ജനിച്ച് വളരുന്ന ഒരു കുട്ടീനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്കും നമ്മളാണ് അയാളെ മോൾഡ് ചെയ്തെടുക്കുന്നത്. അപ്പം അതിന് അത്യാവശ്യം അറിയണം. അല്ലാണ്ട് ഒന്നും അറിയാണ്ട് ഇപ്പോൾ ഒരു കുട്ടീനെ ഉണ്ടാക്കി നാളെ അയാൾ വേറെ വല്ല നമ്മുടെ പാരന്റിങ് കാരണം വേറെ വല്ല പ്രശ്നമൊക്കെ അയാൾ കാരണം ഉണ്ടാവുന്ന ഒരവസ്ഥ വരാം. അപ്പൊ അതാണ് പറയുന്നത്, നമ്മൾ എന്തിനെ പറ്റി അറിഞ്ഞിരിക്കും. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോനകത്ത് തന്നെ നോക്കണമെങ്കിൽ ശ്രീനീഷ് കൂടുതലും നിലേനെ കെയർ ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതേപോലുള്ള ഒരു സംഭവം ഇപ്പൊ പല വീടുകളിനകത്ത് ഞാൻ കണ്ടേക്കുന്ന, അതായത് പലരും ഫേസ് ചെയ്തേക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് രണ്ടാമത്തെ കുട്ടി കഴിഞ്ഞിട്ട് ആദ്യത്തെ കുട്ടീനെ കെയർ ചെയ്യുന്ന പോലുള്ള സംഭവങ്ങളൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതേപോലെ ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ പാരന്റ്സിനോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ രണ്ടാമത്തെ കുട്ടി വരുമ്പോഴത്തേക്കും ആദ്യത്തെ കുട്ടീനെ ഈക്വൽ ആയിട്ട് കാണാം. അല്ലാതെ രണ്ടാമത്തെ കുട്ടീനെ
എടുത്ത് കൊഞ്ചിക്കലും പരിപാടിയും, ആദ്യത്തെ കുട്ടി നീ വലുതായില്ലേ അതുകൊണ്ട് നിനക്ക് ഇത്രയും കെയർ മതി എന്നൊക്കെയുള്ള രീതിക്ക് കാണലൊക്കെ അത് മാക്സിമം ഒഴിവാക്കുക ആ ഒരു പരിപാടി. കാര്യം അവരുടെ ആ ഒരു ചെറിയൊരു മനസ്സ് അവർക്ക് അത്രത്തോളം ഫീൽ ചെയ്യും അവർക്കൊക്കെ. അപ്പം എനിക്ക് അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി. അപ്പോൾ എനിക്ക് ഇത്ര തന്നെ ഈ വീഡിയോനകത്ത് പറയാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്ക് ടാറ്റ ബൈ ബൈ, സീ യു.